ഈ ഒരു ഒറ്റ മാങ്ങ മതി. ഇത് വെച്ചിട്ട് നമ്മൾ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോവാം. വാ. ഇതിനായിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അതാ ഈ ഇരിക്കുന്ന ഐറ്റംസ് കൂടാതെ ഇത്തിരി കറിവേപ്പില, ഇത്തിരി തേങ്ങാപ്പാൽ, അത് മതിയാവും. സവാള, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെക്കുക. അതിൽ നമ്മൾ സവാള നീളത്തിലും അതുപോലെ തന്നെ ഇഞ്ചിയും നീളത്തിലാണ് അരിയേണ്ടത്. ശേഷം നമ്മുടെ പച്ചമാങ്ങ അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞു, ഒരുപാട് ചെറുപ്പമായി പോകണ്ട, ഒരു മീഡിയം ലെവലിൽ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വിനെഗരിയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, കൊച്ചുള്ളി പകുതി മാത്രം ഇട്ടാൽ മതി, ബാക്കി പകുതി നമുക്ക് വറവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാവരുടെ ആ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പരലുപ്പിട്ടുക. പരലുപ്പ് എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് അമർത്തി തിരുമണം അങ്ങോട്ട്. ആ തിരുമിനകത്ത് ഇതിൻ്റെ നീര് എല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരണം. അപ്പോൾ ഒന്ന് മണപ്പിച്ച് നോക്കുമ്പോൾ ഭയങ്കര മണം വരും, പ്രത്യേക വാസന വരും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിരുമ്മി ഉടച്ചു കൊടുക്കണം. തിരുമ്മി ഉടച്ചു ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുന്നു. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഈ ചട്ടിക്കകത്തിരിക്കുന്ന ഈ ഐറ്റംസ് അടുപ്പിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്നിട്ട് വേവിക്കുക. ആദ്യം തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് വീണ്ടും അടച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഈ പരുവത്തിൽ മാങ്ങയൊക്കെ വെന്തം നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ 1-ാം പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക, ഒരു തിള വരുന്നത് വരെ. ആ സമയം കൊണ്ട് നമുക്ക് വറവിനുള്ള ഐറ്റംസ് വെക്കാം. ചട്ടി വെച്ചു, ചൂടായി, എണ്ണ ഒഴിച്ചു. കടുക് ഞാൻ ഇട്ടിട്ടില്ല, ചുള്ളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അടപ്പ് തുറന്നിട്ട് നമ്മളത് അതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് അടച്ചങ്ങ് വെക്കണം. ഈ സാധനം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ പോകുന്നത് ആ കഴിക്കാൻ പോകുമ്പോഴേ ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഈ സാധനം. നല്ലൊരു മണമൊക്കെ വരും ഇതിനകത്തുനിന്ന്. നേരെ ഇച്ചിരി കുത്തിരി ചോറിനകത്തേക്ക് ഈ കറി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, മാങ്ങയൊക്കെ ഇങ്ങനെ പൊട്ടും അങ്ങ് വെന്തങ്ങ് ഉടയും. അതിലേക്ക് പുരട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണത്. പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ ഉറപ്പായിട്ടും ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ മുളക് പൊടിയുടെ ആകുമ്പോഴുണ്ടല്ലോ സെറ്റ്. ഓ മാഷാ അല്ലാ.